അതിനോട് അസ്വസ്ഥതകൾ പറയുന്നതാണ്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ കൈ കാണിച്ച് വലിയ ഗുണമായ രീതിയിൽ അസുഖവും കാര്യങ്ങൾ മാത്രം മുറിവുകളും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വളരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല ഒരു ഇത്രത്തോളം ജീവകാരുണ്യ പ്രവർത്തനം വേറെ ഉണ്ടാവും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇന്ത്യയിലൊക്കെ എത്രയോ വലിയ സംഗതിയാണ് പേരേറ്റിന്റെ നട്ടലിനും അതുപോലെ മറ്റുള്ള പിന്നെ സമൂഹത്തിന് വേണ്ടാത്ത ഒരു അവസ്ഥയിൽ ഇവരുടെ വീടുകളിൽ നിന്നിട്ട് ഇവർക്ക് അതിന് പോകാൻ വണ്ടിയില്ലാത്തതിന്റെ കാരണക്കാരാണ് ഒരു വണ്ടി വാങ്ങിയിട്ടുള്ളത്. അപ്പൊ അത് നമ്മള് പിന്നെ മവാസും ഇത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യത്തോടെ നമ്മള് പിന്നെ ബൈലോരിതൊന്നും എഴുതിയിട്ടില്ല. നമ്മൾക്ക് ഏകദേശം നമ്മുടെ ഏരിയയിലെ ഒതുങ്ങിയ ഒരു സഹായമാണ്. അതുപോലെ തന്നെ ആറ്റിക്കോട്ടി വന്നത് ഇത് ഒരു അടവ് നമുക്ക് അതായത് എല്ലാവർക്കും ഇത് പ്രാതിനിധ്യം ലഭിക്കണമെങ്കിൽ എല്ലാവരും ഒക്കെയാലും ഇത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ മവാസ് കൊടുക്കണം. അപ്പോൾ മവാസിന് ഒരു അതായത് 19,000-20,000 ഒരടവ് വലിയ ഭീമമായ സംഖ്യയാണ്. അത് ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ഞാൻ പ്രസിഡന്റ് അസിമാസ് സെക്രട്ടറി നമ്മളാണ് തിരിച്ചു കൊടുക്കാൻ കഴിയും. എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു നമ്മൾ ഏതൊക്കെ ഏകദേശം സമ്മതമാണെങ്കിൽ തന്നെ ഈ പൈസ കൊടുക്കുന്നത് നിങ്ങളെ നമ്മൾക്ക് കൂടിയിൽ പറ്റുള്ളൂ. കാരണം അതുകൊണ്ട് നിങ്ങളെ അംഗീകാരം വളരെ പ്രത്യേകമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടവ് നമ്മൾ നിർദ്ദേശം കൊടുക്കുകയാണ്. ആദ്യം കാളികപ്പയിലേക്ക് പറയുന്നത് തന്നെ 5 കോടി ഈ എല്ലാ ഭാഗത്തും ആമപ്പൂരി ഭാഗത്തുകളൊക്കെ വേണ്ടി ആഴ്ചയിൽ പ്രാവശ്യം പോയിട്ട് ഡോക്ടർ തോന്നിയിട്ട് അയൽവാസികളും മറ്റുള്ള സ്ത്രീകളും മുറിവ് കെട്ടിക്കൊടുക്കലും ചികിത്സ സ്വാതന്ത്ര്യം ഒരു അവതരിപ്പിച്ചാർക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഞങ്ങൾക്ക് ഒരടവ് അവസ്ഥയിൽ നിന്ന് കൊടുക്കാൻ കഴിയുമോ എന്ന ഒരു ചോദ്യം. നിങ്ങൾക്ക് അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ എക്സിക്യൂട്ടീവ് അംഗീകാരം മാത്രം പോരാ ഈ വിഷയത്തിൽ. നമ്മൾ അങ്ങനെ ചെയ്യുന്നു പറയാൻ പറ്റില്ല. അറിഞ്ഞു അടുത്തൊരു ജനങ്ങൾ വരുമ്പോൾ ചോദ്യങ്ങൾ വരും. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ നിർദ്ദേശം വെക്കുന്നത്. കൊടുക്കാൻ കഴിയും, കൊടുക്കുന്നതിനൊക്കെ വിരോധമുണ്ടോ എന്നതാണ് ചോദ്യം. 20,000 രൂപയ്ക്ക് കുറഞ്ഞ രൂപയെ കുറവുണ്ടാവുള്ളൂ. 19,800 1,600 റിയാലും ചില്ലറയായിട്ട് 700 റിയാൽ വരും ഒരടുത്ത്. അപ്പോഴത്തെ റേറ്റ് നമുക്ക് 4,000 പോയത്. അപ്പോൾ ഏകദേശം അതൊന്ന്. എന്നിട്ട് പിന്നുള്ളത് നമ്മൾ ഉദ്ദേശിച്ചത് 2 അടവ് നമുക്ക് കൊടുക്കാൻ കഴിയും. ഒന്ന് മാവാസിനും മറ്റൊരടവ് നമുക്ക് അതായത് ഇതിനോട് താല്പര്യമുള്ള ആളുകൾ അതൊന്നും നിർബന്ധം നമുക്ക് കാര്യങ്ങൾ നിർബന്ധമായിട്ടില്ല. കാരണം തരാൻ താല്പര്യമുള്ള ആളുകൾ മനസ്സിലൂടെ പിന്നെ കേട്ടിനോട്ടിയ പ്രസംഗത്തെ സൂചിപ്പിച്ചു 50,000 രൂപ ഒരാൾ പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞു ആ പ്രതീക്ഷിക്കാറ്. അങ്ങനെ തരാൻ മനസ്സിനുള്ളിൽ താല്പര്യമുള്ള ആളുകളുണ്ടാവും. അവരും തന്നെ പിന്നെ കമ്മിറ്റിയിലെ മാഷിനോ മറ്റുള്ളവർക്ക് ബന്ധപ്പെട്ടിട്ട് തരാൻ കഴിയുമോ ഇതാക്കുക. 2 അടവ് കൊടുക്കാനാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒന്ന് മാവാസിന്ന് അത് നിങ്ങളുടെ മുന്നിലേക്കാണ്. രണ്ടാമത്തത് പേഴ്സണലായിട്ട് പിരിവ്. വ്യക്തിപരമായിട്ട് നമ്മൾ ആളുകളെ ഒരു 10-16 ആൾക്കാരോ അല്ലെങ്കിൽ 20-25 ആൾക്കാരോ കൂടിയിട്ട് ഒരു 1,600 സംഘടിപ്പിക്കാനുള്ള പ്രയാസമില്ല. ആർക്കും ഇത് മവാസിന്റെ പിരിവല്ല. ഇത് ഇങ്ങനെ ഒരു സംഗതിയാണ്. മവാസിന്റെ നിർദ്ദേശം ഈ സംഘടനയ്ക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് എതിർപ്പുണ്ടാവുന്നില്ല ആരെങ്കിലും പറയാൻ. ആർക്ക് എതിർപ്പുണ്ടെങ്കിൽ ഡീറ്റെയിൽ കൊടുക്കാൻ പറ്റില്ല അറിയാം. അതിന്റെ നിർദ്ദേശം എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടാകും. ഹമീദിനെ തന്നെ നമുക്ക് അതില് കമന്റ് ചെയ്യേണ്ടി വരും ഒരാളോട്. അതിനുശേഷം നമുക്ക് ഒരു നറുക്കെടുപ്പുണ്ട്. കഴിഞ്ഞ വ്യത്യസ്തമായ ഒരാളാത്രേ നമ്മൾ എടുത്തുള്ളൂ. എസ്റ്റിമേറ്റിയാണ് അല്ല എസ്റ്റിമേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ ഇനി മെമ്പർമാരാകാത്ത ആൾക്കാർ നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതിലൊന്ന് മെമ്പർമാരാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞു. ദിവസമൊക്കെ വന്നവരും എല്ലാവർക്കും ജോലി കിട്ടി സമാധാനമായിട്ട് എല്ലാ ജോലിയും പുറത്തേക്കെടുക്കാണ്ടെങ്കിൽ മാത്രം അവിടെ നമ്മൾ പോളിസി എന്തെങ്കിലും ആരും ഉദ്ദേശിച്ചുകൊണ്ട് മെമ്പർമാരാക്കേണ്ട. നമ്മുടെ നാട്ടിന്റെ കുടുംബ നേതാക്കളാണ് പറഞ്ഞത്. ഒരു നാർക്കെടുക്കലാണെന്ന് അവിടെ ശേഷം തന്നെയാണ് കഴിഞ്ഞപ്പോ ഭക്ഷണം കഴിച്ച് ഈ സദസ് ഭംഗിയാക്കിയിരുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും നന്ദി ആശംസിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നു. ഈ പരിപാടി അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി തിരിച്ചതായിട്ട് അറിയിക്കുന്നു.